എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ 2026 വർഷത്തെ കൂറുഫലങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. കന്നിക്കൂറ് ഉത്രത്തിൻ്റെ ഒടുവിലത്തെ പാദം, അത്തം ചിത്രയുടെ ആദ്യത്തെ 2 പാദമാണ് കന്നിക്കൂറ്. കന്നിക്കൂറുകാർ പൊതുവെ ധാരാളം സംസാരിക്കുന്നവരും രസികപ്രിയന്മാരും ഹാസ്യപ്രിയന്മാരും ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും ഒരു പുഞ്ചിരിയോടുകൂടി നേരിടുകയും അത് ഹാസ്യവൽക്കരിച്ച് ലഘൂകരിച്ചിട്ട് ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയുന്നവരുമായിരിക്കും കന്നിക്കൂറുകാർ. കന്നിക്കൂറിൻ്റെ മറ്റൊരു പ്രത്യേകത ബന്ധങ്ങളാണ്. ധാരാളം സുഹൃത്ബന്ധങ്ങൾ ഉണ്ടാവുകയും സുഹൃത്തുക്കളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും എല്ലാവരുമായി എപ്പോഴും ഒരു പ്രത്യേക ബന്ധം നിലനിർത്തുകയും ധാരാളം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരും കേൾക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ധാരാളം സംസാരിക്കുന്നവരും ആയിരിക്കും എപ്പോഴും കന്നിക്കൂറുകാർ. പൊതുവെ ഇവർക്ക് ഏത് മേഖലകളിലും വിജയിക്കാൻ സാധിക്കുകയും സംഗീതം, സാഹിത്യം, മറ്റ് കലാരംഗങ്ങൾ ഇവിടെ വളരെയധികം ശോഭിക്കുന്നവരായിരിക്കും കന്നിക്കൂറുകാർ. മാത്രമല്ല ഇവർക്ക് ഒരു ഇൻറ്റ്യൂഷൻ ലെവല് വളരെയധികം അധികമായിരിക്കുകയും ജീവിത ക്രമം രൂപപ്പെടുത്തുന്നതിൽ സഹായിക്കുന്ന മേഖലകളിൽ തൊഴിൽ എടുക്കുന്നവർ വളരെ നന്നായി വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും കന്നിക്കൂറുകാർക്ക്. കന്നിക്കൂറുകാർക്ക് പൊതുവെ 7-ൽ ശനിയും രാഹുവും നിൽക്കുകയും 11-ൽ വ്യാഴം നിൽക്കുകയും ആകുന്നതിനാൽ സാമ്പത്തിക പുരോഗതിയും ഗൃഹത്തിൽ സുഖവും, പുതിയ വിവാഹം അന്വേഷിക്കുന്നവർക്ക് വിവാഹ സാധ്യതയും, കർമ്മലബ്ധിയും, ഇപ്പോഴുള്ള തൊഴിൽ രംഗങ്ങളിൽ പുതിയ ചില അവസരങ്ങൾ ഉണ്ടായി വരികയും 2026 സംഭവിക്കാവുന്നതാണെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങളും ആശയവിനിമയം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം. തന്നെ വാക്കുകൊണ്ട് വാക്ക് ശരിയായി വരാത്തതുകൊണ്ട് ധനനഷ്ടം ഉണ്ടാവുകയോ രേഖകളിൽ തകരാറുകൾ ഉള്ളതുകൊണ്ട് ധനനഷ്ടം വരികയോ സാധ്യതയുള്ളതുകൊണ്ട് എപ്പോഴും രേഖകൾ കൈകാര്യം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ധനപരമായ രേഖകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ വർഷം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും അതോടൊപ്പം തന്നെ വളരെ ഉറപ്പില്ലാത്ത വ്യാപാര സംരംഭങ്ങളിൽ ഇടപെടാതിരിക്കുകയും പെട്ടെന്ന് വാക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യേണ്ടതാണെന്നും സംശയകരമായ വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുകയും ചെയ്യേണ്ടത് നിശ്ചയമായും 2026 കന്നിക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. ദോഷഫലങ്ങൾ തീരുന്നതിനായിട്ട് ശാസ്താവിനെ ഭജിക്കുക, സർപ്പപ്രീതി വരുത്തുക, വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസം പാൽപ്പായസം നിവേദിക്കുക, അതോടൊപ്പം തന്നെ ശനിയാഴ്ച വ്രതം ആയി നോൽക്കുന്നതും കന്നിക്കൂറുകാരുടെ ദോഷങ്ങൾ കുറയാൻ ഇടവരുകയും ധാരാളം ഗുണാനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതായി പറയേണ്ടി വരും.